and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരുതമ്പാറ SC കോളനിയിലെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ കഴിഞ്ഞ ദിവസം തകർന്നു വീണ്ടിരുന്നു, നിർമ്മാണത്തിലിരിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ നജീബ് കാന്തപുരം MLA-ക്കെതിരെ ഇടതുപക്ഷം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായി ഇവിടുത്തെ UDF പ്രവർത്തകർ പറഞ്ഞിരുന്നു. അപ്പോൾ MLA നമ്മോടൊപ്പമുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നു, ജനങ്ങളുടെ സംശയങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത് MLA ആണ്. ഇപ്പോൾ ഈ ഫണ്ട് ആരുടേതാണ്? MLA ഫണ്ടാണോ അതോ വേറെ സർക്കാർ ഫണ്ടാണോ? ഇത് തകർന്നു വീഴാനിടയായ കാരണം എന്താണ്? അതൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഏറ്റവും രസകരമായ കാര്യം, ഇത് MLA ഫണ്ടാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി CPM നടത്തുന്ന നുണപ്രചരണമാണ്. ഏത് ഫണ്ടാണെങ്കിലും പൊതുജനങ്ങളുടെ ഫണ്ടാണ്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ SC ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ നിർമ്മിതി, അത് സർക്കാർ ഏജൻസിയാണ്, സർക്കാർ ഏജൻസി നേരിട്ട് നടത്തുന്ന പ്രവർത്തനമാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നിരന്തരം ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിർമ്മിതി നടത്തുന്ന ഒരു പ്രവർത്തനങ്ങളും കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല, അത് കൃത്യമായി പൂർത്തീകരിക്കുന്നില്ല, അതിൻ്റെ ഗുണഭോക്താക്കൾ അത് കൃത്യസമയത്ത് ലഭ്യമാകുന്നില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഓരോ വർഷവും ലാപ്സ് ആക്കുന്ന SC ഫണ്ടിൻ്റെ വിഹിതം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് സാധാരണക്കാരോടും പട്ടികജാതി വിഭാഗത്തോടും യാതൊരു താല്പര്യവുമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഞാൻ ഇന്നലത്തെ ആ അപകടത്തെ കാണുന്നത്. ഇന്ന് ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ, ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു, ഇന്ന് രാവിലെ ഇവിടെ എത്തി പോയി നോക്കിയപ്പോൾ ഏറ്റവും വിചിത്രമായ കാഴ്ച എന്ന് പറയുന്നത്, ഒരു ചാക്ക് സിമൻറ്റ് പോലും ഉപയോഗിക്കാതെ തേപ്പ് നടത്തിയിരിക്കും, പടവ് നടത്തിയിരിക്കും. അതിൻ്റെ ബീം പൊട്ടി വീണ ബീം ഇങ്ങനെ അതിനകത്തൊരു ചെറിയ നേരിയ കമ്പി അല്ലാതെ മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ വളരെ രസകരമായ കാര്യം, ഇതൊക്കെ വിചിത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് എനിക്കെതിരെ ഒരു ആക്ഷേപമായി ഉയർത്തുന്നവർ മനസ്സിലാക്കുക, ഇത് 2019 സർക്കാർ അനുവദിച്ച ഫണ്ടാണ്. ആ ഫണ്ട് ഈ 5 കൊല്ലം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാതെ നിരുത്തരവാദമായി പെരുമാറാണ്. ഇതിൽ ഒന്നാം പ്രതി മന്ത്രിയാണ്, കുറ്റവാളി എന്ന് പറയുന്നത് നിർമ്മിതിയാണ്, അത് സർക്കാരിൻ്റെ ഏജൻസിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ സംഭവം MLA കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി, അപ്പോൾ ഇതിനെതിരെ ഒരു ശക്തമായ അന്വേഷണം വേണമെന്ന് MLA എന്ന നിലയ്ക്ക് ആവശ്യപ്പെടും. അല്ല, തീർച്ചയായും അന്വേഷണം മാത്രമല്ല, ഇതിൽ കൃത്യമായി ആരാണോ കുറ്റക്കാർ അവർക്കെതിരെ നടപടി വേണം. പ്രത്യേകിച്ചും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തണം, അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ഏതായാലും MLA തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, ഇത് MLA ഫണ്ടല്ല, സർക്കാർ ഫണ്ടാണ്. SC വിഭാഗത്തിനായി നിർമ്മിച്ച ഒരു കമ്മ്യൂണിറ്റി സെൻ്ററാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ഏതായാലും അക്കാര്യത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും കൂടി MLA പറയുന്നുണ്ട്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നീല 24 ലൈവ്.